നമസ്കാരം. പ്രധാന വാർത്തകൾ. വല്ലപ്പുഴയിൽ 10 വയസ്സുകാരിക്ക് നേരെ തെരുവുനായ ആക്രമണം. വീട്ടുവളപ്പിൽ നിന്നാണ് കുട്ടിയെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കൈയിലും കാലിനും പുറത്തും കടിയേറ്റ കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മെത്താഫിറ്റമിനുമായി നിരോധിത ലഹരിമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനി മണ്ണാർക്കാട് അറസ്റ്റിൽ. കാഞ്ഞിരം സ്വദേശി മുനീറാണ് പോലീസിന്റെ പിടിയിലായത്. 2023 പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് മുനീർ. ഒറ്റപ്പാലം MLA-ക്കെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. ജനകീയ പ്രതിഷേധം ഉയർന്നിടത്തെല്ലാം വ്യാജ ഉദ്ഘാടന പ്രഹസനങ്ങൾ നടത്തി മുഖം രക്ഷിക്കുന്നയാളാണ് MLA എന്ന് സന്ദീപ്. ശ്രീകൃഷ്ണപുരത്ത് 3 ദിവസങ്ങളിലായി നടന്നുവന്ന സാഹിത്യോത്സവം സമാപിച്ചു. ഏലംകുളം കുന്നക്കാവിൽ നടന്ന ഗ്രാമോത്സവം നാടിന്റെ ആഘോഷമായി. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക്. ചൊവ്വാഴ്ച മുതൽ ടാറിംഗ് തുടങ്ങും. പി മമ്മിക്കുട്ടി MLA സ്ഥിതിഗതികൾ വിലയിരുത്തി. വിശദമായ വാർത്തകൾ നോക്കാം. വല്ലപ്പുഴയിൽ 10 വയസ്സുകാരിക്ക് നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം. യാറം അക്കരത്തൊടി ഷാഹുൽ ഹമീദിന്റെ മകൾ റാബിയയെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ വീട്ടുവളപ്പിൽ നിന്നാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കൈയിനും കാലിനും പുറത്തുമാണ് പരിക്ക്. കുട്ടിയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. ഈ പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 1.25 ഗ്രാം മെത്താഫെറ്റമിനുമായി നിരോധിത ലഹരിമരുന്ന് വിൽപ്പനക്കാരിലെ പ്രധാനി അറസ്റ്റിൽ. മണ്ണാർക്കാട് കാഞ്ഞിരം പൂവളപ്പിൽ വീട്ടിൽ മുനീറാണ് പിടിയിലായത്. മുമ്പ് പോക്സോ കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും നടത്തിയ പരിശോധനയിൽ കാഞ്ഞിരം കനാൽ ജംഗ്ഷനിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. കാഞ്ഞിരം പ്രദേശങ്ങളിലെ പ്രധാന ലഹരി കച്ചവടക്കാരനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. 2023 പോക്സോ കേസിലെ പ്രതിയായിരുന്നു മുനീർ. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട് DYSP സന്തോഷ് കുമാർ, നർക്കോട്ടിക്സ് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സോജൻ AK-യുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും അറസ്റ്റും. എവിടെയെല്ലാം ജനകീയ പ്രതിഷേധം ഉയർന്നുവോ അവിടെയെല്ലാം വ്യാജ ഉദ്ഘാടന പ്രഹസനങ്ങൾ നടത്തി മുഖം രക്ഷിക്കുന്ന നിലപാടാണ് ഒറ്റപ്പാലം MLA സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡ് നിർമ്മാണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ നിരാഹാര സമരത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ഒറ്റപ്പാലം MLA-യുടെ ഏതെങ്കിലും ഈ റോഡിനോട് മാത്രമുള്ള അദ്ദേഹത്തിന്റെ നിലപാടല്ല, മറിച്ച് എവിടെയൊക്കെ ജനകീയ പ്രതിഷേധം ഉയരുന്നുവോ അദ്ദേഹത്തിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്ത രാഹിത്യത്തിനെതിരെ എവിടെയൊക്കെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്നുവോ അവിടെയെല്ലാം ഇത്തരം വ്യാജ ഉദ്ഘാടന പ്രഹസനങ്ങൾ നടത്തി തൽക്കാലം മുഖം രക്ഷിക്കുക എന്നുള്ള നിലപാടാണ് ഒറ്റപ്പാലത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള MLA-ക്കുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒറ്റപ്പാലത്തിന്റെ ഒരു പ്രശ്നങ്ങളും MLA നിയമസഭയിൽ ഉന്നയിക്കുന്നില്ലെന്നും 3-4 കൊല്ലം MLA പണിയെടുത്തതിന്റെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF-ന് ലഭിച്ച ലീഡെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഒറ്റപ്പാലത്തെ MLA കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഒറ്റപ്പാലത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്? നിയമസഭാ നടപടിക്രമങ്ങൾ മുഴുവൻ കേരളത്തിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്തിന്റെ MLA നടത്തുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സെർച്ച് ചെയ്ത് നോക്കി. അദ്ദേഹം വല്ലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ബഹളം വയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ UDF-ന്റെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയനും മന്ത്രിമാരും ബഹളം വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ മാത്രമായി നിയമസഭയിൽ മാറിയിരിക്കാം. നിയമസഭയിലുള്ള പ്രവർത്തനത്തിൽ അങ്ങേയറ്റത്തെ പരാജയമാണ്. MLA 3-4 കൊല്ലം പണിയെടുത്തതിന്റെ ഫലമാണ് 2000 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF-ന് ലീഡ് സമ്മാനിച്ചത് എന്ന കാര്യം മറക്കണ്ട. ഞാൻ മനസ്സിലാക്കിയത് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് പുറത്തു വന്ന പ്രേമന്റെ മുഖം കണ്ട പലരും വലിയ വിഷമത്തോടു കൂടി MLA കരഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മുഖത്തിങ്ങനെ കനല് വാരിയിട്ടാൽ അല്ലെ ആ കത്തുന്ന മുഖം പോലെയാണ് MLA പുറത്തോട്ട് വന്നത് എന്നാണ് പറയുന്നത്. കാരണം
ഒറ്റപ്പാലത്തിന്റെ MLA-യുടെ പ്രവർത്തന മികവ് കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ള വോട്ട്. ഒരു സംശയവും വേണ്ട. നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ, കൗൺസിലർമാരായ P. മായ, M. ഗോപൻ, P. ജയരാജൻ, PT രാധ, DCC ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പ്രക്കോട്, K. ശ്രീവത്സൻ, KM ഫെബിൻ, വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബു, UDF ചെയർമാൻ ഗിരീശൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PP പാഞ്ചാലി, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് B. ജിത്തു, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി N. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. നിലവിലെ വലിയ കുഴികൾ അടയ്ക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കരാറുകാരൻ അറിയിച്ചു. ടാറിംഗ് തുടങ്ങാനിരിക്കുന്ന റോഡിന്റെ സ്ഥിതിഗതികൾ P. മമ്മിക്കുട്ടി MLA വിലയിരുത്തി. പൊതുമരാമത്ത് വകുപ്പിന്റെ 1 കോടിയിലധികം രൂപ വിനിയോഗിച്ചാണ് നവീകരണം. 3 വർഷമായി വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നിട്ട്. എന്നാൽ ചെറുകാട്ടുപുലം സ്കൂൾ മുതൽ മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡിന്റെ ടാറിംഗ് മാത്രം ഇതുവരെ നടന്നില്ല. ഇതോടെയാണ് വാണിയംകുളം മാന്നന്നൂർ റോഡ് നവീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കരാറുകാരനെ മാറ്റിയത്. അതിനുശേഷം വന്ന കരാറുകാരനാണ് നിലവിൽ ജോലികൾ ചെയ്യുന്നത്. 6 സ്വകാര്യ ബസ്സുകളും 6ഓളം സ്കൂൾ ബസ്സുകളും ദിവസേന സർവീസ് നടത്തുന്ന പാത കൂടിയാണിത്. വാണിയംകുളത്തെ മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രിയിലേക്കും ഇതുവഴിയാണ് പോകുന്നത്. മാന്നന്നൂർ AUP സ്കൂൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്നത് റോഡിന്റെ അവസാന ഭാഗത്താണ്. റോഡിന്റെ പ്രവൃത്തികൾ മഴക്കാലത്തിന് മുമ്പ് പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടാറിംഗ് തുടങ്ങാനിരിക്കുന്ന റോഡിന്റെ സ്ഥിതിഗതികൾ P. മമ്മിക്കുട്ടി MLA സന്ദർശിച്ച് വിലയിരുത്തി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരനും MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന CPI മണ്ണാർക്കാട് മണ്ഡലം സമ്മേളനം സമാപിച്ചു. മണ്ഡലം സെക്രട്ടറിയായി AK അസീസിനെ തെരഞ്ഞെടുത്തു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈപ്പാസ് നിർമ്മിക്കുക, അന്തർ സംസ്ഥാന പാതയായ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് നവീകരണം ഏറ്റെടുത്ത കരാറുകാരനെ മാറ്റി പുതിയ ടെൻഡർ വിളിക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. AK അസീസിനെ മണ്ഡലം സെക്രട്ടറിയായി സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. രവി എടേരം, K. രവികുമാർ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, P. പരമശിവൻ, N. ചന്ദ്രശേഖരൻ, സുരേഷ് കൈതച്ചിറ, അബുരാജ, ബോബി ജോയ് ഓണക്കൂർ, TK പ്രശോഭ്, C. മുത്തു, P. ബിന്ദു, T. അബ്ദുൾ റസാഖ്, ജയപ്രസാദ്, ഷാഫി നാർക്കോട്ടിൽ, സലാം പാക്കത്ത്, K. പ്രേമൻ, V. സത്യൻ, അന്നക്കുട്ടി, NK അലവി, TK ഷമീർ എന്നിവരാണ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പട്ടശ്ശേരി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ T. സദ്ദാർദൻ, P. കബീർ, C. രാധാകൃഷ്ണൻ, P. നൌഷാദ് എന്നിവർ സമാപന യോഗത്തിൽ പ്രസംഗിച്ചു. 3 ദിവസങ്ങളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന സാഹിത്യോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം മുൻ മന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളുടെ സപ്പോർട്ട്, പ്രധാന മന്ത്രിമാരുടെ സപ്പോർട്ട് ഇത്തരം പരിപാടികൾക്ക് ഉണ്ടായിരിക്കണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ കരിമ്പുഴ സ്വാമിയെ ഓർമ്മിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. സംഘടനാ സമിതി ചെയർമാൻ P. ഹരിഗോവിന്ദൻ അധ്യക്ഷനായി. P. ഗിരീശൻ, സന്ദീപ് G. വാര്യർ, K. ബാലകൃഷ്ണൻ, സുരേഷ് തെങ്ങിന്തോട്ടം, അസീസ് ഭീമനാട്, NK ജയരാജൻ, PV ശശിധരൻ, CP സാദിഖ്, ഉണ്ണി കരിമ്പുഴ, സുരേഷ് കടമ്പഴിപ്പുറം എന്നിവർ സംസാരിച്ചു. അവസാന ദിവസം സാഹിത്യോത്സവത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ചർച്ച നടന്നു. PK അരവിന്ദൻ മോഡറേറ്ററായ ചർച്ചയിൽ മുൻ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്, പ്രൊഫസർ ഗോപകുമാർ, KV മനോജ് എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി മുതുതല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കേരളമാണ് കൃത്യമായ കണക്കുകൾ നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് സംബന്ധിച്ച കണക്ക് പുറത്തു വന്നപ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ, അതായത് കൃത്യമായി കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം. രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു പുഴയിലൂടെയും ഒരു മൃതദേഹവും ഒഴുകി നടന്നില്ല. ഒരു ആളും വെന്റിലേറ്റർ ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴും പലർക്കും, ചില മാധ്യമങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. 1-2 മാധ്യമങ്ങൾ.
കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രനേശ്യാരെ മന്ത്രി അഭിനന്ദിച്ചു. സർക്കാരിൻ്റെ 2 കോടി രൂപയും മുതതല ഗ്രാമപഞ്ചായത്തിൻ്റെ 23 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പിൻ്റെ 16 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, DMO ഡോക്ടർ KR വിദ്യ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, C മുകേഷ്, AN നീരജ്, കമ്മുകുട്ടിയടത്തോൾ, ഷൈമ, PM ഉഷ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A അഷ്റഫ്, കൊപ്പം CHC സൂപ്രണ്ട് ഡോക്ടർ ആശാ ജലാൽ, മുൻ പ്രസിഡന്റ് CM നീലകണ്ഠൻ, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഏലംകുളം കുന്നക്കാവിൽ നടന്ന ഗ്രാമോത്സവം നാടിൻ്റെ ആഘോഷമായി. സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കൂട്ടായ സഹകരണം ആവശ്യമാണെന്ന സന്ദേശം നൽകിയ ഗ്രാമോത്സവം പങ്കെടുത്തവർക്കെല്ലാം അവിസ്മരണീയ അനുഭവമായി. 59 അയൽക്കൂട്ടങ്ങൾ പ്രദർശന വിപണന മേള ഒരുക്കി. കുന്നക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗ്രാമോത്സവം നടന്നത്. കുന്നക്കാവ് കേന്ദ്രമായ സംഗമം വെൽഫെയർ സൊസൈറ്റിക്ക് കീഴിലെ 59 അയൽക്കൂട്ടമംഗങ്ങൾ ഒരുക്കിയ വിപണനമേള, സാംസ്കാരിക സമ്മേളനം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സോഷ്യൽ മീഡിയ ഫെയിം, മീര മഞ്ചേരിയുടെ സംഗീത വിരുന്ന് തുടങ്ങിയ പരിപാടികൾ ഗ്രാമോത്സവത്തിൽ നടന്നു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പർ സൽമ കുന്നക്കാവിൻ്റെ നേതൃത്വത്തിലാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്. മലപ്പുറം ADM NM മെഹറലി വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവസ്തുക്കൾ, ലഘുപാനീയങ്ങൾ, കറി മസാലപ്പൊടികൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ, വസ്ത്രങ്ങൾ, നോട്ട്ബുക്കുകൾ, സ്റ്റേഷനറി തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ അടങ്ങിയ സ്റ്റാളുകൾ വനിതകളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന പ്രദർശന വിപണനമേളയായി മാറി. LSS, USS വിജയികളെ ADM NM മെഹറലി ആദരിച്ചു. K യൂസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഗമം വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് N ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി M അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സൽമ കുന്നക്കാവ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാലകത്ത് ഷൗക്കത്ത്, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സുകുമാരൻ, കുന്നക്കാവ് ഒരുമ ചെയർമാൻ KP പുരുഷോത്തമൻ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK ശങ്കരൻ, PP ഫൈസൽ, മോഹൻ ചെറുകര, മലയങ്ങാട്ടിൽ മുഹമ്മദ്, PK കേശവൻ, പാർവതിബായ് തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ, വാർഡിലെ മാതൃകാ കർഷകർ, സാമൂഹിക പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്ന ചടങ്ങ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഖനികളുടെ ഓരത്ത് കുട്ടികളെ കൊണ്ടുപോയി കിടത്തിയിരുന്ന പാവപ്പെട്ട ഖനി തൊഴിലാളികളുടെ ഗതികേടും ആ കുട്ടികളുടെ അവസ്ഥയും കണ്ടിട്ടാണ് നമ്മുടെ രാജ്യത്തുടനീളം അങ്കണവാടി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും, പലർക്കും പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഈ അംഗൻവാടിയൊക്കെ ഉണ്ടായ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട്. ഖനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഖനികളൊന്നുമില്ല. ഉത്തരേന്ത്യയിൽ ഒരുപാട് ഖനികളുണ്ട്. അത് അഗാധ ഗർത്തങ്ങളിൽ അവിടെ പോയി പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയായിരുന്നു അന്ന് ആ ഖനിയിലൊക്കെ പണിക്ക് പോയിരുന്നത്. പരിയാനംപറ്റ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ KS അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി രാധാകൃഷ്ണൻ, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം ചെയർമാൻ ഗിരീശൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PC കുഞ്ഞിരാമൻ, മറ്റു നേതാക്കളായ കല്ലുവഴി ശങ്കരനാരായണൻ, AP സുബ്രഹ്മണ്യൻ, തോപ്പിൽ ചെറിയാൻ, വിജി വാമദേവൻ എന്നിവർ സംസാരിച്ചു. ആശാ വർക്കർമാർ, റിട്ടയർഡ് പോലീസ് എക്സ് സർവീസ്മാൻ ഉദ്യോഗസ്ഥർ, വിരമിച്ച അധ്യാപകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, തയ്യൽ തൊഴിലാളികൾ, അംഗൻവാടി വർക്കേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, കർഷകർ, കലാസാഹിത്യം മേഖലയിലുള്ളവർ എന്നിവരെയാണ് ആദരിച്ചത്. നെല്ലായ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പദയാത്ര സംഘടിപ്പിച്ചു. മാവുണ്ടിരിക്കടവിൽ നിന്നാരംഭിച്ച പദയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മോളൂരിൽ സമാപിച്ചു.
ജനവിരുദ്ധ ഭരണത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം ലീഗ് നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസത്ത് മാടാല നയിക്കുന്ന ദ്വിദിന പദയാത്ര സംഘടിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ട് മൗണ്ടരിക്കടവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പദയാത്രയുടെ ആരംഭം കുറിക്കുകയാണ്. മുഴുവൻ ജാഥാംഗങ്ങളും ജാഥകളെതിരേക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായി പല നേതാക്കന്മാരുമായി ഞങ്ങളൊക്കെ ആശയവിനിമയം നടത്താറുണ്ട് സൗഹാർദ്ദപരമായി. പലവരും പറയാറുള്ളത് വേണ്ടില്ലായിരുന്നു ഈ രണ്ടാമത്തെ ഭരണം എന്നാണ്, ഈ തുടർ ഭരണം വേണ്ടില്ലായിരുന്നു എന്നാണ്. കാരണം ഈ തുടർഭരണം ഉണ്ടായതിൻ്റെ പേരിൽ ഭരണകർത്താക്കൾ അഹങ്കാരികളായി, ഭരണകർത്താക്കളുടെ മൂടുതാങ്ങികൾ അഹങ്കാരികളായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം സംഭവിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കക്ഷി, ഈ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി മുഖം കുത്തി വീഴുകയാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും ജാഥ വൈസ് ക്യാപ്റ്റനുമായ KP മുഹമ്മദ് കുട്ടി, മാടാല മുഹമ്മദ് അലി, ജാഫർ മോളൂർ, ഉനൈസ് മാരായമംഗലം, മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്, M വീരാൻ ഹാജി, കീഴ്ശ്ശേരി രായിൻ, മേലാടയിൽ വാപ്പുട്ടി, പാറയിൽ മാനു ഹാജി, മാടാല മുഹമ്മദ് കുട്ടി ഹാജി, മുഹമ്മദ് ഉമ്മരി മാസ്റ്റർ, മലയിൽ മുസ്തഫ, PD സന്തോഷ്, PK ബഷീർ, മുസ്തഫ കമാൽ, ഫിറോസ് PV, അൽത്താഫ് M, ജാഫർ MK തുടങ്ങിയവർ സംസാരിച്ചു. ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരെ ജനാധിപത്യ പ്രതിരോധം എന്ന മുദ്രാവാക്യമുയർത്തി മുസ്ലിം ലീഗ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റിയും പദയാത്ര നടത്തി. കരിങ്ങനാട് കുണ്ട് മുതൽ കുപ്പൂത്ത് വരെയായിരുന്നു പദയാത്ര. ലഭിക്കേണ്ട അവകാശങ്ങളോ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ നൽകാതെ ജനദ്രോഹ നയങ്ങളിൽ ഭരണം മുഖമുദ്രയാക്കിയ കേന്ദ്ര ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ പിന്നിട്ട 9 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച് കടത്തിലും ബാധ്യതകളും വിലക്കയറ്റി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭരണപരാജയങ്ങൾ തുറന്നു കാണിക്കുന്നതിനും തുടർച്ചയായ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിക്കുന്നതിനും വേണ്ടിയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. കരിങ്ങനാട് കുണ്ടിൽ വച്ച് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് E മുസ്തഫ മാസ്റ്റർ പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ജനാധിപത്യ ലോകത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കടമയാണ്. ആ പ്രതിബദ്ധതയാണ് വിളയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഭരണത്തിൽ സാധാരണക്കാർ പ്രയാസപ്പെടുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വാണം പോലെ കുതിച്ചുയരുന്നു. 3 നേരം ഭക്ഷിക്കാൻ വേണ്ട അരിയുടെ വില പോലും 20 രൂപ മുതൽ 30 രൂപ വരെയാണ് പിണറായിയുടെ ഭരണത്തിൽ ഉയർന്നത്. അരിയടക്കമുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വളരെ വലിയ വർധനവാണ് പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് അധികാരത്തിൽ വന്ന ഈ പിണറായിയുടെ ഭരണത്തിലുണ്ടായിട്ടുള്ളത്. ഒരു വികസനവുമില്ലാത്ത 9 കൊല്ലമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്. തൊഴിലില്ലാതെ യുവാക്കൾ പ്രയാസപ്പെടുകയാണ്. ബിരുദവും ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ കോഴ്സും ഒക്കെ എടുത്ത് യുവാക്കളെ ജോലിയില്ലാതെ നട്ടം തിരികെയാണ്. MSF ജില്ലാ ജനറൽ സെക്രട്ടറി PKM ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉസൈൻ കണ്ടേങ്കാവ്, K ഇബ്രാഹിംകുട്ടി, VP ഉസ്മാൻ, കുളക്കാട്ടിൽ കുഞ്ഞാപ്പു, ഇസ്മായിൽ വിളയൂർ, UP മുഹമ്മദ്, ചെറ്റാലിൽ മുഹമ്മദ് കുട്ടി, പാലോടി അബ്ദുറഹ്മാൻ, OT സുബൈർ, യൂസഫ് മാസ്റ്റർ, M അയ്യൂബ്, T നാസർ മാസ്റ്റർ, M അലി, ജലീൽ കരുവാങ്കുഴി, VT ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലീഗ് നേതാക്കളായ T കുഞ്ഞാപ്പ ഹാജി, KKM ഷെരീഫ്, അലി കുന്നമ്മൽ, PM സൈഫുദ്ദീൻ, K ഫരീദ ടീച്ചർ, കോൺഗ്രസ് നേതാക്കളായ റിയാസ് മുക്കോളി, നീലടി സുധാകരൻ, M സജീവ് കുമാർ, ചൈതന്യ സുധീർ, വാപ്പുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുപ്പൂത്ത് സെന്ററിൽ നടന്ന സമാപന പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA സാജിദ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, V അഹമ്മദ് കുഞ്ഞി, VM മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുമായ സുരേഷ് തെക്കീട്ടിൽ തുടർച്ചയായി 801 ദിവസങ്ങളിൽ എഴുതിയ കഥകൾ പ്രദർശിപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചു. പുലാമന്തോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കഥകൾ പ്രദർശിപ്പിച്ചത്. സുരേഷ് തെക്കീട്ടിലിന് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രൻ റെക്കോർഡ് പത്രം സമ്മാനിച്ചു. 801 ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു കഥ എന്ന രീതിയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്ത സുരേഷ് തെക്കീട്ടിലിൻ്റെ 801 കഥകൾ പുലാമന്തോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രദർശിപ്പിച്ചു. ഈ പ്രദർശനത്തിലൂടെ സുരേഷ് തെക്കീട്ടിൽ ടാലന്റ് റെക്കോർഡ് ബുക്ക് ലോക റെക്കോർഡ് കരസ്ഥമാക്കി. 2023 ഫെബ്രുവരി 13 മുതൽ 2025 ഏപ്രിൽ 23 വരെയുള്ള 801 ദിവസങ്ങളിലെ കഥകളാണ് പ്രദർശിപ്പിച്ചത്. 801 കവിതകൾ പ്രദർശിപ്പിച്ച ലോക റെക്കോർഡെന്ന ഈ എഴുത്തുകാരൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് 1984
അദ്ദേഹത്തിൻ്റെ കൂടെ പുലാമന്തോൾ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥി കൂട്ടായ്മ പരിപാടി സംഘടിപ്പിക്കുകയായിരുന്നു. ടാലന്റ് റെക്കോർഡ് ബുക്ക് അഡ്ജുഡിക്കേറ്ററും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഗിന്നസ് സത്താർ അദൂർ റെക്കോർഡ് പ്രഖ്യാപിച്ചു. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സുരേഷ് തെക്കീട്ടിലിന് റെക്കോർഡ് പത്രം സമ്മാനിച്ചു. സുഹൃത്ത് സമ്മേളനം, കഥയരങ്ങ്, കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, കാവ്യസന്ധ്യ, കലാപരിപാടികൾ തുടങ്ങിയ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നജീബ് കാന്തപുരം MLA കഥാപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സാംസ്കാരിക സമ്മേളനവും കവി മണമ്പൂർ രാജൻ ബാബു സാഹിത്യ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ സദസ്സ് പത്രാധിപർ ET മുരളീധരനും ഉദ്ഘാടനം ചെയ്തു. സുരേഷ് തെക്കീട്ടിലിൻ്റെ പുതിയ 3 കൃതികൾ എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പ്രകാശനം ചെയ്തു. പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, KPS പയ്യനടം, CV സദാശിവൻ, കൃഷ്ണദാസ് മാസ്റ്റർ, ബാലകൃഷ്ണൻ കോടനാട് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. സൗഹൃദ സദസ്സ് ഏകതത്വ പത്രാധിപർ ET മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സമ്മേളനങ്ങൾക്കായി 40ഓളം എഴുത്തുകാർ എത്തിയിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തെക്കീട്ടിലിൻ്റെ കഥകളുടെ അവതരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് ഫേസ്ബുക്കിൽ 500 ദിവസങ്ങളിൽ 500 കഥകൾ എഴുതി ഈ എഴുത്തുകാരൻ 2018 URF ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. കുവൈത്ത് KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമൂഹ വിവാഹം മെയ് 22-ന് വല്ലപ്പുഴ യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 യുവതികൾക്കാണ് മംഗല്യ സൗഭാഗ്യം ഒരുക്കിയിരിക്കുന്നതെന്ന് KMCC ജില്ലാ ഭാരവാഹികളും മുസ്ലിം ലീഗ് ഭാരവാഹികളും പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈത്ത് KMCC നടത്തിവരുന്ന ഒരുക്കം 2024-2025 പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് 5 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യത്തിനും അവസരമൊരുക്കിയിരിക്കുന്നത്. മെയ് 22-ന് വല്ലപ്പുഴ യത്തീംഖാന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമൂഹ വിവാഹം നടക്കുക. ഇതിൽ ഒരാൾ ഇതര മതത്തിൽപ്പെട്ടയാളാണെന്നും വിവാഹ ചടങ്ങിൽ 3000 പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. N ഷംസുദ്ദീൻ MLA, നജീബ് കാന്തപുരം MLA, VK ശ്രീകണ്ഠൻ MP, VT ബൽറാം, സന്ദീപ് വാര്യർ, CMA കരീം തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന 22 മെയ് 11 മണിക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ വെച്ചിട്ട് നമ്മുടെ യത്തീംഖാന ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ സമൂഹ വിവാഹം നടത്തപ്പെടുന്നത്. ഇതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹിന് നേതൃത്വം നൽകുകയും അതിനോടനുബന്ധിച്ച് തന്നെ അവിടെ നടക്കുന്ന ചെറിയ ഒരു പൊതുപരിപാടിയിൽ ഞങ്ങൾ സമൂഹ വിവാഹത്തിൻ്റെ പരിപാടിയിലൊക്കെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, അതുപോലെ തന്നെ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ, അതുപോലെ തന്നെ പാലക്കാടിൻ്റെ MP ബഹുമാന്യനായ ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ തൃത്താലയുടെ മുൻ MLA VT ബൽറാം, സന്ദീപ് വാര്യർ, പട്ടാമ്പിയുടെ MLA മുഹ്സിൻ, അതുപോലെ തന്നെ ഒരു വലിയ ഒരു നേതൃത്വം തന്നെ, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട CMA കരീം സാഹിബ്, അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ നേതാക്കന്മാർ, അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ ഈ പരിപാടിയുടെ ഭാഗമായി എന്നോട് സംബന്ധിക്കും. സംഘാടക സമിതി പ്രസിഡന്റ് അഷ്റഫ് അപ്പക്കാടൻ, ഖജാൻജി അബ്ദുൾ റസാഖ് കുമരനെല്ലൂർ, ആക്ടിംഗ് സെക്രട്ടറി റഫീഖ് മുടപ്പക്കാട്, മറ്റ് ഭാരവാഹികളായ K സൈദലവി, അഷ്റഫ് തൂത, സുലൈമാൻ പിലാത്തറ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, MT അബ്ദുൾ സലാം, മുഷ്താഖ് പട്ടാമ്പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയ അഖിലയ്ക്ക് കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി സ്വീകരണം നൽകി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ 43 കിലോ വിഭാഗത്തിൽ 280 കിലോ ഭാരം ഉയർത്തിയാണ് അഖില ഗോൾഡ് മെഡൽ നേടിയത്. കേരള ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് ട്രഷറർ സൗമ്യയുടെ മകളാണ് അഖില. KBA ജില്ലാ ട്രഷറർ ഷീജ രാജേഷ്, താലൂക്ക് പ്രസിഡന്റ് വിജയകുമാരി, സെക്രട്ടറി രജനി, ബുഷറ, സാവിത്രി, വർഷ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് 1-ാം മൈൽ സ്വദേശിയായ അഖില MES കോളേജിൽ 3-ാം വർഷ ബിരുദ പഠനം നടത്തി വരികയാണ്. നിഖിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കണമെന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അഖില, ഞാൻ MES കല്ലടി കോളേജിൽ BA എക്കണോമിക്സ് 3rd ഇയർ വിദ്യാർത്ഥിനിയാണ്.
ഞാനിപ്പോൾ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 43 ജൂനിയർ വിഭാഗത്തിൽ എനിക്ക് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 വർഷത്തോളമായി പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടങ്ങിയത് 15 വയസ്സിലാണ്. ഇപ്പോൾ 15 വയസ്സിലാണ്. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ എനിക്ക് സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പവർ ലിഫ്റ്റിംഗ് തിരഞ്ഞെടുത്തത്. പവർ ലിഫ്റ്റിംഗ് ഞാൻ ഫസ്റ്റ് കണ്ണൂർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കോമ്പറ്റീഷൻ. മണ്ണാർക്കാട് ടൗണിൽ ലേഡീസ് ബ്യൂട്ടി പാർലർ നടത്തുന്ന സൗമ്യ ഏറെ പരാധീനതകൾക്കിടയിലാണ് മകളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിച്ചത്. ഏതൊരു മത്സരത്തിൽ പങ്കെടുത്താലും മെഡൽ നേടി വരുന്ന മകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ടെന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും സൗമ്യ പറഞ്ഞു. എൻ്റെ മോൾക്ക് ഇന്റർനാഷണൽ ലെവൽ, അതായത് ഏഷ്യൻ പവർ ലിഫ്റ്റിംഗിൽ ഫസ്റ്റ് ഗോൾഡ് മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതൊരു മത്സരത്തിന് പോയാലും അവൾ മെഡലും കൊണ്ട് തന്നെയാണ് വരാറുള്ളൂ. എല്ലാത്തിനും സൗത്ത് ഇന്ത്യ ലെവലിലാണെങ്കിലും എല്ലാ മേഖലകളിലും അവൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുൻപേ അവൾക്ക് വേൾഡിൽ പോകാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് 5 ലക്ഷം രൂപ ചെലവ് വരുന്ന എഴുതിയിട്ട് ഞാൻ വിട്ടില്ല. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഈ ഒരു പ്രാവശ്യം പോകാൻ തന്നെ ഡെറാഡൂണിൽ വെച്ച് മത്സരത്തിന് പോകാൻ തന്നെ 1.5 ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട്. അത് അവളുടെ ആഗ്രഹമല്ലേ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അതിന് മുൻതൂക്കം കൊടുത്തത്. അവൾക്ക് ഈ മെഡൽ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. മണ്ണാർക്കാട് പെരുമ്പടാരി പോർക്കരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിക്കും. പേരുകേട്ട ഗജവീരന്മാർ വിവിധ ദേശവേലകളിൽ തിടമ്പേറ്റും. 4 മണിക്ക് ശേഷം ദേശവേലകളുടെ സംഗമം നടക്കും. 12 ദേശങ്ങളിൽ നിന്നായി 12 ഗജവീരന്മാരാണ് ദേശവേലകളെ അനുഗമിക്കുന്നത്. പെരുമ്പടാരി ദേശവേലയിൽ ഗുരുവായൂർ രാജശേഖരൻ, പോത്തോഴി വേലയിൽ അമ്പാടി ബാലൻ, പറമ്പുള്ളി വേലയിൽ ഊട്ടോളി രാമൻ, ചങ്ങലേരി നെല്ലിപ്പടി വേലയിൽ പേരൂർ ശിവൻ, വേണ്ടാങ്കുർശി വേലയിൽ ഊക്കൻസ് കുഞ്ചു, കൂനിവരുമ്പ് വേലയിൽ പുതുപ്പള്ളി കേശവൻ, കുമ്മനമ്പത്തൂർ വടക്കൻ വേലയിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, കുമ്മനമ്പത്തൂർ യുവജനസംഘം വേലയിൽ പുതുപ്പള്ളി സാധു, ചങ്ങലേരി വിഷ്ണു ക്ഷേത്ര വേലയിൽ തിരുവമ്പാടി കണ്ണൻ, ടി റോഡ് വേണ്ടാങ്കുർശി വേലയിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, കാഞ്ഞിരംപാടം വാലയിൽ ചെറുപ്പശ്ശേരി അനന്തപത്മനാഭൻ, പെരുമ്പടാരി വേലയിൽ കൊളക്കാടൻ ഗണപതി എന്നീ ആനകളാണ് തിടമ്പേറ്റുക. ചൊവ്വാഴ്ച താലപ്പൊലി ദിവസത്തിൽ കൂട്ടഗണപതി ഹോമം, താലപ്പൊലി കൊട്ടിയറിയിക്കൽ എന്നിവ നടത്തും. 4 മണിക്ക് കൂത്തുമാടൻ ഗ്രൗണ്ടിൽ ദേശവേലകളുടെ സംഗമവും കൂട്ടമേളവും, തുടർന്ന് ഗജവീരന്മാരുടെ കാവുകയറ്റം, താലപ്പൊലി എഴുന്നള്ളിപ്പ്, അരിയേറ്, കളംപൂജ, കളംപാട്ട് എന്നിവ നടത്തും. 4 മണിക്ക് കൂത്തുമാടൻ ഗ്രൗണ്ടിൽ ദേശവേലകളുടെ സംഗമം നടക്കും. തുടർന്ന് കൂട്ടമേളവും, ഗജവീരന്മാരുടെ കാവുകയറ്റം, താലപ്പൊലി എഴുന്നള്ളിപ്പ്, അരിയേറ്, കളംപൂജ, കളംപാട്ട് എന്നിവയോടെ പൂരത്തിന് സമാപനമാകും. പെരിന്തൽമണ്ണ ഒട്ടമല മഖാമിലെ 4 മാസം നീണ്ടുനിന്ന നേർച്ചയ്ക്ക് സമാപനമായി. ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത്. ഒട്ടമല മഖാം നേർച്ചയുടെ സമാപനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മഖാം സിയാറത്ത്, മതപ്രഭാഷണം, ആത്മീയ മജ്ലിസ്, അഖില കേരള മാഷപ്പ് മത്സരം, ഇഷ്ക് മജ്ലിസ്, സ്നേഹസംഗമം, മൗലീദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടന്നു. മതപ്രഭാഷണ സദസ്സ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച നടന്ന റൂഹെ ബയാൻ ആത്മീയ മജ്ലിസ് സമസ്ത കേന്ദ്ര മുശവറാംഗം ഹൈദർ ഫൈസി പനങ്ങാങ്ങര ഉദ്ഘാടനം ചെയ്തു. അൽഹാഫിൽ കുമ്മനം നിസാമുദ്ദീൻ അസരി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി. മതസൗഹാർദ്ദം വിളിച്ചോതി വിവിധ മതസ്ഥർ പങ്കെടുത്ത സ്നേഹസംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാമദാസ്, പീതാംബരൻ ആനമങ്ങാട്, വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഫൈസൽ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. ഞായറാഴ്ച രാവിലെ മഖാം സിയാറത്തിനും മൗലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകി. കൊടശ്ശേരി ഇബ്രാഹിം മുസ്ലിയാർ, ഹിബത്തുള്ള ദാരിമി തൂത, അബ്ബാസ് അൻവരി, വി ഷറഫുദ്ദീൻ ഫൈസി, റസാഖ് ഫൈസി, മുജീബ് ഫൈസി, ജലീൽ അൻവരി, ഖാലിദ് ധാരിമി, മുസ്തഫ അൻസരി, റഫീഖ് അൻവരി, കെ അബൂബക്കർ സഖാഫി, CK മുഹമ്മദ് ഹാജി, ഷമീർ ഫൈസി ഒടമല, അഷ്റഫ് മൗലവി, PK സത്താർ, KT സഗീർ, PK ജാഫർ, PK മൊയ്തു, K അലി, വി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ച സമാപിച്ചു. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് അന്നദാന വിതരണം പൂർത്തിയാക്കിയത്. ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ എന്ന സന്നദ്ധ സംഘടന നിർധനരായ രോഗികളെ സഹായിക്കുന്നതിനായി പട്ടാമ്പി ഓങ്ങല്ലൂർ സെന്ററിൽ സംഘടിപ്പിച്ച ചായ മക്കാനി വൈവിധ്യമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. 1 ലക്ഷത്തിൽ പരം രൂപയാണ് സംഭാവനയായി ലഭിച്ചത്.
പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ചർക്കയിലേക്ക് ലഭിച്ച നിർധനരും നിരാലംബരുമായ നിത്യരോഗികളുടെ ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷകളിന്മേൽ സഹായമെത്തിക്കാനുള്ള ധനശേഖരണാർത്ഥമാണ് ഒന്നിപ്പ് എന്ന പേരിൽ വൈകുന്നേര ചായയും നന്മയുടെ ചേർന്നിരിപ്പും എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തവും നാട്ടിലെ കലാകാരന്മാരും പാട്ടുകാരുമെല്ലാം അണിചേർന്ന് പരിപാടിക്ക് കൊഴുപ്പേകി. ചായയും ലഘുപലഹാരവും കഴിച്ചവരും പരിപാടി വീക്ഷിക്കാനെത്തിയവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സഹായവുമായി കൂടെ ചേർന്നപ്പോൾ 1,02,200 രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഈ തുക വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി പറഞ്ഞു. ഒരു പരിപാടിക്ക് എല്ലാവരാലും വലിയ സഹായം കിട്ടി. ഒരുപാട് പേര് രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന് ഇതിനോട് അനുഭവം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, ഈ നോട്ടുകൾ എണ്ണുമ്പോൾ അതിൽ പലതരത്തിലുമുള്ള നോട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചു. കയ്യിൻ്റെ വിയർപ്പ് പറ്റിയിട്ടുള്ള ചെറിയ അക്കങ്ങളുള്ള നോട്ടുകൾ ഉൾപ്പെടെ അതൊക്കെ സത്യത്തിൽ അവരനുഭവിക്കുന്ന കഠിനാധ്വാനവും പ്രയാസവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ കയ്യിലുള്ള തൻ്റെ ഒരു വിഹിതം അതിലേക്ക് നൽകുക എന്ന വലിയൊരു മനസ്സാണ് പലരും കാണിച്ചത്. ഏതായാലും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തന്ന് ഈ ഒരു ചടങ്ങ് ഏറ്റവും ഹൃദ്യമാക്കിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി. പരിപാടിയിൽ PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, TY ശിഹാബുദ്ദീൻ, അസീസ് പട്ടാമ്പി, KR നാരായണസ്വാമി, R രാംദാസ് മാസ്റ്റർ, ഇസ്മായിൽ വിളയൂർ, ഗീതാ മണികണ്ഠൻ, റഷീദ് കൈപ്പുറം, ജിതേഷ് മൂഴിക്കുന്നം, EP യൂസഫ്, P രൂപേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, ചെമ്പൻ സിദ്ദിഖ്, സലീം കള്ളടിപ്പറ്റ, ഷാഫി മരുദൂർ എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. അലൂമിനിയം ആൻഡ് ഹാർഡ്വെയർ വിപണന രംഗത്ത് കരിങ്കലത്താണിയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അലൈൻ അലുമിനിയം ആൻഡ് ഹാർഡ്വെയർ പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് എതിർവശമുള്ള ഷോറൂം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ വിശ്വാസം നേടിയ അലൈൻ അലുമിനിയം ആൻഡ് ഹാർഡ്വെയറിൻ്റെ പുതിയ വലിയ ഷോറൂമാണ് കരിങ്കലത്താണി ഇക്കോ ടൂറിസം കേന്ദ്രത്തിന് എതിർവശമുള്ള PT കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കലത്താണി യൂണിറ്റ് പ്രസിഡന്റ് ACH അസൈനാർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ആദ്യ വിൽപ്പനയും അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടെ കരിങ്കലത്താണി തൊടുക്കാപ്പ് ഇക്കോ ടൂറിസത്തിന് സമീപമാണ് വിശാലമായ ഈ ഒരു ഷോറൂം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ ലഭ്യമാണ്. പരമാവധി ഈ ഷോപ്പ് സന്ദർശിച്ച് നിങ്ങളുടെ വീടിൻ്റെ അകത്തളം ഭംഗിയാക്കുക. 10 വർഷത്തിലേറെയായി ഗുണനിലവാരമുള്ള സാധനങ്ങൾ ന്യായമായ വിലക്ക് കസ്റ്റമേഴ്സിന് എത്തിച്ച് ജനങ്ങളുടെ വിശ്വസ്ത പിടിച്ചു പറ്റിയ ഒരു സ്ഥാപനം അലൈൻ ഹാർഡ്വെയർ ആൻഡ് അലുമിനിയം എന്ന പേരിൽ പുതുതായി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായ സഹകരണവും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും നൂതനമായ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരമാണ് സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ഭംഗിയും ചേരുന്ന ലോക്കുകളുടെ വിപുലമായ കളക്ഷൻ ഇവിടെയുണ്ട്. വിവിധ ഡിസൈനിലുള്ള സ്മാർട്ട് ലോക്കുകളും ലഭ്യമാണ്.
ബെഡ്റൂമുകൾ, ബാത്റൂമുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന വിവിധ ഡിസൈനിലും വലുപ്പത്തിലും കളറിലുമുള്ള ഫൈബർ ആൻഡ് വുഡൻ ഡോറുകളും വിവിധതരം ഇഞ്ചസും ഇവിടെ ഉണ്ട്. വീടുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലെ അടുക്കളയിലും മറ്റ് പാചക സ്ഥലങ്ങളിലും പിടിപ്പിക്കാവുന്ന വിവിധ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള ബാസ്ക്കറ്റുകളും സ്ഥാപനത്തിലുണ്ട്. കൂടാതെ ബെഡ്റൂം കിച്ചൺ ആക്സസറീസും ലഭ്യമാണ്. കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഭംഗിയിലും ഡിസൈനിലും തിരഞ്ഞെടുക്കാവുന്ന ലോവർ വാൾ പാനൽ ഷീറ്റുകളുടെ വിപുലമായ കളക്ഷൻ സ്ഥാപനം ഒരുക്കിയിട്ടുണ്ട്. കർട്ടനുകളുടെയും അലുമിനിയം ചാനലുകളുടെയും വലിയ ശേഖരവും ലൈനിലുണ്ട്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെയാണ് സ്ഥാപനം തുറന്നിട്ടുള്ളത്. ചെർപ്പശ്ശേരിയിലെ കാജൽ ബ്യൂട്ടി കളക്ഷൻസ് ഇനി പുതുമോടിയിൽ. നവീകരിച്ച സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. പഴയ ലൊക്കേഷനിൽ നിന്നും മാറി ചെർപ്പശ്ശേരി ടൗണിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് ചെർപ്പശ്ശേരിയുടെ വ്യാപാര രംഗത്ത് പൊൻതൂവൽ ചാർത്തിയ കാജൽ ബ്യൂട്ടി കളക്ഷൻസിൻ്റെ നവീകരിച്ച ഷോറൂമാണ് ചെർപ്പശ്ശേരി ടൗണിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പശ്ശേരിയിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ കാജൽ ബ്യൂട്ടി കളക്ഷൻസ് എന്ന സ്ഥാപനം നിലവിൽ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് പുതിയ വലിയ ഷോറൂമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചെർപ്പശ്ശേരിയുടെ ഫാൻസി അതുപോലെ തന്നെ ഗിഫ്റ്റ് സാധനങ്ങളുടെ വലിയ ശേഖരവുമായി ഇന്ന് ചെർപ്പശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ച കാജൽ ബ്യൂട്ടി കളക്ഷൻസിന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ഫാൻസി കളക്ഷൻസ്, കോസ്മെറ്റിക്സ്, മറ്റ് സ്റ്റേഷനറി ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസുകൾ, ടോയ്സ്, സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, നോട്ട്ബുക്കുകൾ, വാട്ടർ ബോട്ടിലുകൾ, മറ്റ് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് എന്നിവയുടെ വിപുലമായ കളക്ഷനാണ് കാജൽ ബ്യൂട്ടി കളക്ഷൻസിൽ ഒരുക്കിയിട്ടുള്ളത്. അതിവിശാലമായ ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം സാധനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും പരിചയസമ്പന്നരായ സ്റ്റാഫുകളുമാണുള്ളത്. മംഗള മുഹൂർത്തങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങാൻ കാജൽ ബ്യൂട്ടി കളക്ഷൻസ് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂൾ ഐറ്റംസിന്റെ പുതുപുത്തൻ കളക്ഷൻസാണ് കാജൽ ബ്യൂട്ടി കളക്ഷൻസിൽ ഒരുക്കിയിട്ടുള്ളതെന്നും ഉടമകൾ പറഞ്ഞു.
കഴിഞ്ഞ 25 വർഷമായി ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തിച്ചു വരുന്ന പുനത്തിൽ സ്റ്റോർ ഇനി പുതിയ ഭാവത്തിൽ. നവീകരിച്ച സ്റ്റോറിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പുനത്തിൽ സ്റ്റോർ ജനങ്ങളുടെ വിശ്വാസ്യതയും സ്നേഹവും പിടിച്ചുപറ്റിക്കൊണ്ടാണ് നവീകരിച്ച് ശ്രീകൃഷ്ണപുരം ചന്തപ്പുരയിൽ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP നവീകരിച്ച ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രൊപ്പറേറ്റർ പുനത്തിൽ ജയകൃഷ്ണന്റെ മാതാവ് പത്മിനി നിലവിളക്ക് കൊളുത്തി. ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് നിർവഹിച്ചു. സമിതി ശ്രീകൃഷ്ണപുരം യൂണിറ്റ് പ്രസിഡന്റ് KL ബേബിയും ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമ സത്സേവന ചാരിറ്റബിൾ ട്രസ്റ്റിന് ചടങ്ങിൽ ധനസഹായം കൈമാറി. മറ്റ് അതിഥികളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി, സ്റ്റീൽ ഓടുപാത്രങ്ങൾ, പ്ലാസ്റ്റിക്, അലുമിനിയം, ക്രോക്കറി, ഗൃഹോപകരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെ നവീകരിച്ച ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ 1 വരെ നടത്തുന്ന ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണും നൽകുന്നുണ്ട്. കൂപ്പൺ നറുക്കെടുപ്പ് ജൂൺ 2 നടക്കും. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. കോട്ടായി വലിയമ്മക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രവേശന കവാടം ഒരുങ്ങി. PP സുമോദ് MLA കവാടം ഉദ്ഘാടനം ചെയ്തു. ഇറാം ഗ്രൂപ്പിന്റെ ഉപഹാരമായാണ് പ്രവേശന കവാടം ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എളുപ്പമാർഗമായി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി കോട്ടായി വാവുളിയാൽ മുതൽ മങ്കര വരെയുള്ള പ്രധാന പാതയിൽ ചെറുകുളത്ത് വലിയമ്മ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന ഭാഗത്താണ് പുതിയ ക്ഷേത്ര കവാടം നിർമ്മിച്ചിരിക്കുന്നത്. TP സുമോദ് MLA കവാടത്തിന്റെ സമർപ്പണം നടത്തി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷനായി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, സൈനുദ്ദീൻ പത്തിരിപ്പാല, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CN കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര കവാടത്തിന്റെ സമർപ്പണ ദിവസം ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും ഉണ്ടായി. പരിപാടിയുടെ ഭാഗമായി മധുരപലഹാര വിതരണവും നടന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ആഹ്വാനം ചെയ്ത ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം ഇയാനത്തുൽ മുസ്ലിമീൻ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ ലഹരിയെ തുരത്താൻ പ്രതിജ്ഞയെടുത്തു. സദർ മുഅല്ലിം സയ്യിദ് അബു താഹിർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് പ്രസിഡന്റ് CK മുഷ്താഖ് അധ്യക്ഷനായി. ഹുസൈൻ മുസ്ലിയാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KV അബ്ദുൾ സമദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ബോധവൽക്കരണ ക്ലാസുകൾ, സൈക്കിൾ റാലി തുടങ്ങിയ വിവിധ പരിപാടികളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നു വന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലപ്പുഴയിൽ 10 വയസ്സുകാരിക്ക് നേരെ തെരുവുനായ ആക്രമണം. വീട്ടുവളപ്പിൽ നിന്നാണ് കുട്ടിയെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കയ്യിലും കാലിനും പുറത്തും കടിയേറ്റ കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മെത്താഫിറ്റമിനുമായി നിരോധിത ലഹരിമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനി മണ്ണാർക്കാട് അറസ്റ്റിൽ. കാഞ്ഞിരം സ്വദേശി മുനീറാണ് പോലീസിന്റെ പിടിയിലായത്. 2023 പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് മുനീർ. ഒറ്റപ്പാലം MLA-ക്കെതിരെ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. ജനകീയ പ്രതിഷേധം ഉയർന്നിടത്തെല്ലാം വ്യാജ ഉദ്ഘാടന പ്രഹസനങ്ങൾ നടത്തി മുഖം രക്ഷിക്കുന്നയാളാണ് MLA എന്ന് സന്ദീപ്. ശ്രീകൃഷ്ണപുരത്ത് 3 ദിവസങ്ങളിലായി നടന്നുവന്ന സാഹിത്യോത്സവം സമാപിച്ചു. ഏലംകുളം കുന്നക്കാവിൽ നടന്ന ഗ്രാമോത്സവം നാടിന്റെ ആഘോഷമായി. വാണിയംകുളം മാന്നന്നൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരണത്തിലേക്ക്. ചൊവ്വാഴ്ച മുതൽ ടാറിംഗ് തുടങ്ങും. പി മമ്മിക്കുട്ടി MLA സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.